നിങ്ങളുടെ ബാക്ക് സേഫ് ആണോ, നിങ്ങൾ ബാക്ക് പെയിനും ഡിസ്ക് ബൾജിനും ഒരു ചാൻസ് ഉള്ള പേഷ്യൻസ് ആണോ എന്നുള്ളത് അറിയാവുന്ന ഒരു ഹോം ടെസ്റ്റ് നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പം ഞാൻ ഈ പറയുന്ന ടെസ്റ്റ് നിങ്ങൾ ഇപ്പം തന്നെ ചെയ്തു നോക്കുക. അത് അഥവാ പോസിറ്റീവ് ആണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അധികം താമസിയാതെ തന്നെ ബാക്ക് പെയിന് വരാനുള്ള ചാൻസ് വളരെ ഹൈ ആണെന്നുള്ളതാണ്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് പ്ലാങ്ക് ആണ്, അതായത് ഫോർ ആം പ്ലാങ്ക്. നമ്മൾ ഫോർ ആമിൽ ടോസിലും ഈ കാണിക്കുന്നത് പോലെ ഒരു 30 സെക്കൻഡ്സ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെന്ന് നോക്കുക. അഥവാ നിങ്ങൾക്ക് 30 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോർ മസിൽസ് എല്ലാം നല്ല സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽത്തി സ്പൈനിനുള്ള ചാൻസസ് ഹൈ ആണ്. എന്നാൽ ഒരു 10 സെക്കൻഡ്സിന് താഴെയാണ് നിങ്ങൾക്ക് അത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ കോർ മസിൽസ്, അതായത് ഫ്രണ്ടിലത്തെ മസിൽസ് വീക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡിസ്കിലും നിങ്ങളുടെ ബാക്കിൽക്കും വരുന്ന സ്ട്രെയിൻ ഹയർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക് പ്രോബ്ലത്തിനും ബാക്കിലത്തെ മസിൽ സ്ട്രെയിനിനും മറ്റുമുള്ള ചാൻസസും ഒരു സ്ഥിരമായിട്ട് ബാക്ക് പെയിൻ വരാനുള്ള ചാൻസസും വളരെ ഹൈ ആണ്. കാരണം കോർ മസിൽസ് എന്നുള്ളത് നമ്മുടെ ബാക്കിൻ്റെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കോർ മസിൽസ്, അതായത് നമ്മുടെ ഫ്രണ്ടിലുള്ള മസിൽസ് വീക്ക് ആണെങ്കിൽ അത്രയും നമ്മൾ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ, നമ്മൾ കുമ്പിടുമ്പോഴും വെയിറ്റ് എടുക്കുമ്പോഴൊക്കെ ഈ ബാക്കിൽ ഒരുപാട് സ്ട്രെയിൻ പോവുകയും അതുകൊണ്ട് തന്നെ ഡിസ്ക് ബൾജിനുള്ള ചാൻസും ഹയർ ആണ്. അപ്പോൾ അഥവാ ഈ ടെസ്റ്റ് ചെയ്തിട്ടും നിങ്ങൾ അത് ഫെയിൽ ചെയ്ത്, അതായത് നിങ്ങൾക്ക് 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാൻ പറ്റണില്ല അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം കോർ മസിൽസ് നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാവുന്ന ഒന്നാണ്. നമ്മളൊരു കോർ മസിൽസ് എക്സസൈസസ് ചെയ്ത് കഴിഞ്ഞാൽ കോർ മസിൽസ് നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു 4 to 6 വീക്സിൽ നല്ല സ്ട്രെങ്ത് ആവുകയും അത് കഴിഞ്ഞ് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ ടെസ്റ്റ് നിങ്ങൾക്ക് ഓക്കെ ആവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ കോർ മസിൽസിൻ്റെ ഒരു എക്സസൈസ് നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണാം.